അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 27ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. പുതിയൊരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഘാശിയയിലെ ആദ്യ 7 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യമായി നമുക്കതിന്റെ ഖിറാഅത്ത് ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. ആദ്യമായി അധ്യായത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, ഈ അധ്യായം അത് വഹിയ മക്കിയത്തുൻ, മക്കിയായ അധ്യായങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സൂറത്തുൽ ഘാശിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട അധ്യായങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് എന്നാണ്. സൂറത്തുൽ അഅലയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ അഅലയും സൂറത്തുൽ ഘാശിയയും പെരുന്നാൾ നമസ്കാരങ്ങളിലും ജുമുഅ നമസ്കാരങ്ങളിലും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അധ്യായത്തിലെ ഒന്നാമത്തെ വചനം നമുക്ക് നോക്കാം. ഹൽ അതാക ഹദീസുൽ ഘാശിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ, ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം താങ്കൾക്ക് വന്നിരിക്കുന്നുവോ? ഹൽ അതാക എന്ന് പറഞ്ഞാൽ പ്രവാചകരെ താങ്കൾക്ക് വന്നിട്ടുണ്ടോ. ഹദീസുൽ ഘാശിയ എന്നാൽ ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം. ഘാശിയ എന്നാൽ മൂടുന്നത് എന്നാണ് അർത്ഥം. മൂടിക്കെട്ടി നിൽക്കുന്നത് എന്ന ഉദ്ദേശത്തിലാണ് ഘാശിയ എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഹദീസ് എന്നാൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വർത്തമാനം എന്നാണ് അതിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ വചനം വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. ആയത്തിന്റെ അർത്ഥം ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പേടിച്ച് താഴ്മ കാണിക്കുന്നതായിരിക്കും. താഴ്മ കാണിക്കുന്നത് വിനയത്തോടെയോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തഖ്വ മൂർച്ഛിച്ചത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തിൽ തങ്ങൾക്കിനി രക്ഷയില്ല എന്ന ബോധ്യം മുന്നിൽ കണ്ടത് മൂലമുള്ള പേടി കാരണത്താലാണ് അവർ അവിടെ താഴ്മ കാണിക്കുന്നത്, പേടിച്ചിരിക്കുന്നത് എന്നാണ്. വാക്കർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം, ഖാശിഅത്തുൻ, പേടിച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ താഴ്മ കാണിച്ചിരിക്കുന്നതാണ്. വിശദാംശത്തിലേക്ക് കടക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, ഇവിടെ ഈ അധ്യായത്തിൽ ഘാശിയ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അത് മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ മറ്റൊരു നാമമാണ് ഘാശിയത്ത് എന്നുള്ളത്. അപ്പൊ ഖിയാമത്ത് നാളിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മൂടിക്കിടക്കുന്ന ദിവസം എന്നവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്രകാരം മൂടിക്കിടക്കുന്നത് എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്നഹാ തഗ്ശന്നാസ വതഉമ്മുഹും, അഥവാ ജനങ്ങളെ മൊത്തത്തിൽ ഒരു അന്ധകാരത്തിലാക്കുന്ന ദിവസമാണത്. ആകെ പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരിക്കും അന്നേ ദിവസം ജനങ്ങൾക്കുണ്ടായിരിക്കുക എന്ന കാരണത്താലാണ് ഘാശിയ എന്ന് പേര് വന്നിട്ടുള്ളത്. ശേഷം രണ്ടാമത്തെ വചനത്തിൽ വുജൂഹു യൗമഇദിൻ ഖാശിഅത്തുൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇമാം ഖത്താദ റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ളത് വുജൂഹു യൗമഇദിൻ ദലീലത്തുൻ എന്നാണ്. അഥവാ നിന്ദ്യത കാരണത്താൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന മുഖങ്ങൾ അന്നേ ദിവസം ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാതെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ തീർത്തും തോന്നിയ രീതിയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. അവർ അന്നേ ദിവസം പേടിച്ചു നിൽക്കുന്നവരായിരിക്കും. നിന്ദ്യതയാൽ അവർ മുഖം താഴ്ത്തി നിൽക്കുന്നവരായിരിക്കും. ആകെ ബേജാറിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തഖ്ശ വലാ യൻഫഉഹാ അമലുഹാ, അഥവാ ആകെ പേടിച്ചു നിൽക്കുന്നതായിരിക്കും ആ മുഖങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തികളൊന്നും തന്നെ അന്നേ ദിവസം അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാക്കി കൊടുക്കുകയില്ല എന്ന കാരണത്താൽ അവർ തീർത്തും ഭീതിജനകമായ അന്തരീക്ഷത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ഹദീസുൽ ഘാശിയ എന്ന് പറഞ്ഞാൽ നബഉഹ, മൂടിക്കിടക്കുന്ന ആ യൗമുൽ ഖിയാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചല്ലോ, അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഹദീസുൽ ഘാശിയ, അതിന്റെ വൃത്താന്തം, അതിന്റെ നബ
ആ വാർത്തയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ആരംഭിക്കുന്നത് അതാണ്. രണ്ട് വിഭാഗക്കാരെ കുറിച്ചും ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ട് കൂട്ടരെ സംബന്ധിച്ചും വിജയികളും പരാജിതരുമായിട്ടുള്ള രണ്ട് വിഭാഗക്കാരെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഹദീസുൽ ഖാശിയ എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. യൗമുൽ ഖിയാമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള പരാമർശങ്ങൾ, വിശേഷണങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. ആ ദിവസത്തിന്റെ പ്രത്യേകതയും ആ ദിവസത്തിന്റെ ഭീകരാന്തരീക്ഷം ജനങ്ങൾക്ക് ബോധ്യമാകുവാനും വേണ്ടിയാണ് ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത വിശേഷണങ്ങൾ കൊണ്ട് മനുഷ്യരെ ആ ദിവസത്തെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ ഹജ്ജിലെ ആദ്യ 2 വചനങ്ങൾ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊള്ളുക. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം, തീർച്ചയായും അന്ത്യനാളിന്റെ കിടുക്കം എന്നുള്ളത് അത് ഭയങ്കര സംഭവം തന്നെയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, അഥവാ പാലൂട്ടുന്ന സ്ത്രീയെ, ആ കുട്ടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ പേടിച്ചോടുന്നൊരു അന്തരീക്ഷമായിരിക്കും അന്നേ ദിവസം ഉണ്ടായിരിക്കുക. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിന്റെ ഭീകരാന്തരീക്ഷം മൂലം അവർ പ്രസവിച്ചു പോകുന്നതായിരിക്കും എന്നാണ്. വതറന്നാസ സുകാറ, ജനങ്ങൾ മത്ത് പിടിച്ചവരെ പോലെയാകും. വമാഹും ബിസുകാറ, അവർ മദ്യപിച്ചതുകൊണ്ടോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ടോ അല്ല മത്ത് പിടിച്ചിട്ടുള്ളത്, മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠോരം തന്നെയാണ്. ആ ശിക്ഷ മുന്നിൽ കണ്ടതുകൊണ്ടാണ് അവർ മത്ത് പിടിച്ച് ബേജാറായി നടക്കുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് വുജൂഹു യൗമഇദിൻ ഖാശിഅ, ചില മുഖങ്ങൾ അവിടെ പേടിച്ച് വിരണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന്. അഥവാ ദലീലത്തിൽ നിന്ദ്യരായിക്കൊണ്ട് നിൽക്കുന്നവരായിരിക്കും. ഇത്രയും കാലം എന്റെ മുന്നിൽ വന്നിരുന്ന സത്യം ഞാൻ അത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ, അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നൊരു സന്ദർഭമായിരിക്കും എന്നാണ്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറായിലെ 45-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനൽ ദുല്ലി യൻദുറൂന മിൻ തർഫിൻ ഖഫീ, നിന്ദ്യതയാൽ നരകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട് കീഴൊതുങ്ങി നിൽക്കുന്നതായി പ്രവാചകരെ താങ്കൾക്ക് അവരെ കാണാം എന്നാണ്. യൻദുറൂന മിൻ തർഫിൻ ഖഫീ, ഒളിക്കണ്ണുകൾ കൊണ്ടായിരിക്കും അവർ അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പൊ പരലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാത്ത, അല്ലാഹുവിൽ ശിർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിപൂർണമായും നിന്ദ്യരായിക്കൊണ്ടായിരിക്കും അല്ലാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുക എന്നാണ്. അവിടെ അർത്ഥം കൊടുക്കേണ്ടത് ഖാശിഅത്തൻ എന്നതിന് ദലീലത്തൻ എന്നാണ്. നിന്ദ്യതയാൽ എന്ന അർത്ഥം തന്നെയാണ് അവിടെ നൽകേണ്ടത്. 3-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമിലത്തുൻ നാസിബ, ഈ വിഭാഗം ആളുകളുടെ വിശേഷണമായിക്കൊണ്ടാണ് 3-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് അവർ പണിപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ചവരായിരിക്കും എന്നാണ്. ആമിലത്തുൻ, പണിപ്പെട്ടവരായിരിക്കും, അധ്വാനിച്ചവരായിരിക്കും. നാസിബത്തുൻ, ക്ഷീണിച്ചവരായിരിക്കും, പണിയെടുത്ത് കുഴങ്ങിയവരായിരിക്കും എന്നാണ്. പണിയെടുക്കുക എന്ന് അവിടെ വിശേഷിപ്പിച്ചത് അവർ നല്ല അധ്വാനശീലരായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഖദ് അമിലത് അമലൻ കസീറ, ധാരാളം പണികൾ അവർ എടുത്തിട്ടുണ്ടായിരിക്കും, ധാരാളം അമലുകൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. വനസബത് ഫീഹി, ആ പ്രവർത്തനങ്ങളിൽ അവർ മുഴുകിയത് കാരണത്താൽ അവർ ഒരു പക്ഷേ കുഴങ്ങിയവരുമായിരിക്കും, ക്ഷീണിച്ചവരുമായിരിക്കും. പക്ഷേ വസലിയത് യൗമൽ ഖിയാമത്തി നാറൻ ഹാമിയ, അവർ പരലോകത്ത് എത്തിപ്പെടുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ തന്നെയായിരിക്കും എന്നാണ്. അപ്പോൾ ധാരാളം പണിയെടുത്ത് ക്ഷീണിച്ചവരായിക്കൊണ്ടായിരിക്കും പരലോകത്ത് നരകത്തിന്റെ മുന്നിൽ അവരെ പ്രദർശിപ്പിക്കപ്പെടുക എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ആമിലത്തുൻ അമലൻ യകൂനു ബിഹിൻ നസബ് വഹുവ തഅബ്, അഥവാ ക്ഷീണവും കുഴയലും ഉണ്ടാകുന്ന വിധത്തിൽ അത്രയും അധികം അവർ ആ ഒരു സന്ദർഭത്തിൽ പണിയെടുത്തിട്ടുണ്ടായിരിക്കും. ഉലമാക്കൾ പറയുന്നു, വദാലിക അന്നഹും യുകല്ലഫൂന യൗമൽ ഖിയാമത്തി ബിജർരി സലാസിലി വൽ അഗ്ലാലി വൽ ഖൗദ് ഫീ നാരി ജഹന്നം, അഥവാ നരകത്തിന്റെ വക്കിലേക്ക് അവരെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അവരുടെ ശരീരങ്ങൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിതമായിരിക്കും. അവർ അത് താങ്ങിപ്പിടിച്ച് വലിച്ചിഴച്ചിട്ടായിരിക്കും നരകത്തിന്റെ വക്കിലേക്ക് വഴിതെളിക്കപ്പെടുന്നത്. അങ്ങനെ പണിയെടുത്ത് കുഴങ്ങിയവരായിരിക്കും എന്നാണ് അവിടെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഹി ആമിലത്തുൻ തഅബത്തുൻ മിനൽ അമലി അല്ലദീ തുകല്ലഫു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ
തങ്ങൾ ഏൽക്കേണ്ട ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിരടിയിൽ ചുമത്തിയിട്ടുണ്ടായിരിക്കും. അത് വഹിച്ചുകൊണ്ടായിരിക്കും അവർ നരകത്തിന്റെ വക്കിലേക്ക് തെളിക്കപ്പെടുന്നത് എന്നാണ്. കാരണം ലിഅന്നഹു അമലു അദാബിൻ വ ഇകാബിൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ശിക്ഷയായി കൊണ്ട് ഏർപ്പെടുത്തിയതാണ്. അവർ ആ ഒരു സന്ദർഭത്തിൽ ചങ്ങലകളാൽ ബന്ദികളാക്കപ്പെട്ട് മുന്നോട്ട് പോരണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമാണ്, അത് അവർക്കുള്ള ശിക്ഷയാണ് എന്നാണ്. ചില ആളുകൾ ഈ വചനത്തെ വ്യത്യസ്ത രീതിയിൽ വിശദീകരിക്കുന്നതായി കാണാം. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇന്നൽ മുറാദ ബിഹാ അൽ കുഫാർ അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അഥവാ ചില ആളുകൾ ഈ വചനത്തെ കുഫാറുകളായുള്ള ആളുകൾ ഭൗതിക ലോകത്ത് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായുള്ള ആരാധനകളും അവരുടേതായുള്ള പ്രവർത്തികളും ശിർക്കുകളുമെല്ലാം അവർ അതിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു, ആ രീതിയിൽ പരലോകത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ വചനത്തിന് അങ്ങനെ ഒരു ആശയം ഒരിക്കലും കൊടുക്കാൻ കഴിയുകയില്ല എന്നാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുഫാറുകളും മുശ്രിക്കീങ്ങളും മുനാഫിക്കുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം അധ്വാനങ്ങൾ ഒരു പക്ഷേ ഭൗതിക ലോകത്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. അതൊന്നും ഈ വചനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ വക്കിലേക്ക് കുഫാറുകളായുള്ള നിഷേധികളായുള്ള ആളുകളെ വലിച്ചുകൊണ്ട് വരുമ്പോൾ അവർ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പണിപ്പെട്ട അവസ്ഥയിലായിരിക്കും, തൈബത്തായ ക്ഷീണിതരായ അവസ്ഥയിലായിരിക്കും അവരവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വിശദീകരണമാണ് അവിടെ നൽകപ്പെടേണ്ടത് എന്നാണ്. കാരണം ഇത് പരലോകത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ആയത്തിന്റെ ചുറ്റുപാടിലുള്ളത്. ഇത് പരലോകത്ത് വെച്ച് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് തന്നെ പറയുന്ന സാഹചര്യം കൂടിയാണ്. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഭൗതിക ലോകത്ത് അവർ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ചൊരിക്കലും തന്നെ കൂട്ടിക്കുഴക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇതെല്ലാം പരലോകത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല അഅലം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത് ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഗാശിയയുടെ വർത്തമാനം നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് പറഞ്ഞത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത് ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഗാശിയയുടെ വർത്തമാനം നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ്. എന്നിട്ട് അതിന് ശേഷമാണ് വുജൂഹു യൗമ ഇദിൻ ഖാശിയ എന്ന് പറഞ്ഞത്. ചില മുഖങ്ങൾ അന്നേ ദിവസം ഖാശിഅത്തായിക്കൊണ്ടായിരിക്കും വരുന്നത്. എന്നിട്ട് ആ മുഖങ്ങളുടെ വിശേഷണം പറഞ്ഞു. ആ മുഖങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആമിലത്തുൻ നാസിബ, അഥവാ അവർ പണിപ്പെട്ട് ആകെ ക്ഷീണിതരായിക്കൊണ്ട് വരുന്നവരാണ് എന്നാണ്. അപ്പൊ ഇതെല്ലാം അവിടെയുള്ള വിശേഷണങ്ങളാണ്, ആ ഖാശിയയിൽ ഉണ്ടാകുന്ന വിശേഷണങ്ങളാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണമെന്നാണ്. നാലാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. തസ്ലാ നാറൻ ഹാമിയ, ആയത്തിന്റെ അർത്ഥം അവ ചൂടേറിയ അഗ്നിയിൽ കടന്നെരിയുന്നതാണ്. തസ്ല അവർ കടന്നെരിയുന്നതാണ്, നാറൻ തീയിൽ, ഹാമിയത്തൻ ചൂടേറിയ. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നു, അഥവാ ഈ കുഫാറുകളായുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചവരായുള്ള ഈ വിഭാഗം ആളുകൾ പരലോകത്ത് ഖാശിഅത്തായ പേടിച്ചരണ്ട മുഖവുമായി വന്ന ഈ വിഭാഗം ആളുകൾ അവർ തുദ്ഖലു ഫീ നാരി ജഹന്നം, കത്തിയെരിയുന്ന നരകത്തിന്റെ ചൂടിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതായിരിക്കും. നരകത്തിന്റെ ചൂടിനെ സംബന്ധിച്ചിടത്തോളം ഹാമിയത്താണ്. ദുനിയാവിലെ തീയുടെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടായിരിക്കും നരകത്തിനുണ്ടായിരിക്കുക എന്നാണ്. ആ നരകത്തിലേക്ക് ഈ മനുഷ്യനെ പ്രവേശിപ്പിക്കുമ്പോൾ അവൻ കത്തിയെരിയുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഒരൊറ്റ കത്തിയെരിയൽ കൊണ്ട് അങ്ങോട്ട് അവസാനിക്കുകയുമില്ല. മറിച്ച് ആ ശിക്ഷ അവനിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കാരണവശാലും രക്ഷയില്ലാത്ത വിധം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിന്റെ ആർഭാടത്തിൽ ജീവിക്കുമ്പോൾ ഈ നരകത്തിന്റെ ആഴത്തിലേക്ക് വഴിതെളിക്കുന്ന രീതിയിൽ എന്റെ ജീവിതം ഒരിക്കലും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ച ഒരു വാക്ക് ഹാമിയത്തുൻ എന്നാണ്. അഥവാ കത്തിയെരിയുന്ന രീതിയിലാണ് ആ നരകം സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു തആല അടുത്തേക്ക് കൊണ്ടുവരും.
ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സജ്ജീകരിച്ചിട്ടുള്ളത് എത്രയോ വിദൂരത്താണ്. എന്നിട്ട് പോലും വേനൽക്കാലത്ത് നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങി നടക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ആ ഒരു ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂര്യനെ അടുത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ മനുഷ്യനെ ശിക്ഷ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തിന്മകൾ കൊണ്ട് ജീവിതം അലങ്കരിക്കുമ്പോൾ ഭാവി ജീവിതം വഴിയാധാരമാകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ചൂടിങ്ങനെ മൂർച്ഛിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ തൊണ്ടയിലേക്ക് ഒരൽപ്പം തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുമ്പോൾ ഭൗതിക ലോകത്തൊരു പക്ഷേ നമുക്ക് അതിനുള്ള വകുപ്പുണ്ടായിരിക്കും. പക്ഷേ പരലോകത്ത് അതിനു വേണ്ടി തേടിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം ചോദിച്ച് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം തൊണ്ടയിലേക്ക് ഒഴിക്കപ്പെടുന്ന പാനീയത്തെ സംബന്ധിച്ച് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തിളച്ചുവെന്ത അത്യുഷ്ണമായ ഒരു ഉറവു ജലത്തിൽ നിന്ന് അവർക്ക് കുടിക്കപ്പെടുന്നതായിരിക്കും എന്നാണ്. തുസ്ഖാ എന്ന് പറഞ്ഞാൽ അവർ കുടിപ്പിക്കപ്പെടും. മിൻ ഐനിൻ, ഒരു ഉറവിൽ നിന്ന്. ആനിയത്തിൻ, ചുട്ടുതിളച്ച അല്ലെങ്കിൽ തിളച്ചു വെന്ത അത്യുഷ്ണമായ ഒരു പാനീയത്തിൽ നിന്നും അവർക്ക് കുടിപ്പിക്കപ്പെടുന്നതായിരിക്കും. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നു, ലമ്മാ ബയ്യന മകാനഹും വൽ ഇയാദു ബില്ലാഹ് വഅന്നഹും ഫീ നാരി ജഹന്നമൽ ഹാമിയ, അഥവാ കത്തിയെരിയുന്ന നരകത്തിൽ അവർ കിടക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ആ ഒരു കിടപ്പറയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുകയുണ്ടായി. അതിന് ശേഷം അല്ലാഹു പറയുന്നു, തുസ്ഖ, അവർക്ക് നൽകുന്ന പാനീയത്തെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നു, മിൻ ഐനിൻ ആനിയ, അഥവാ ശദീദത്തുൽ ഹറാറ, കട്ടിയേറിയ ചൂടായിരിക്കും അതിനുണ്ടായിരിക്കുക. മാത്രമല്ല വമഅ ഹാദാ ലാ യഅതി ഹാദാ ശറാബ് ബികുല്ലി സഹൂലത്തിൻ ഔ കുല്ലമാ അതശു സുഖു, അവർക്ക് കഠിനമായ ദാഹമുണ്ടായിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ പാനീയം അതൊരിക്കലും തന്നെ അവർക്ക് ആ ദാഹത്തിന് ശമനം നൽകുന്നില്ല. ഇന്നമാ യഅതൂന കുല്ലമാ ഇസ്തദ്ദ അശ്തുഹും, അത് കുടിക്കുമ്പോൾ വീണ്ടും അവർക്ക് ദാഹം അധികരിക്കുകയാണ്, വീണ്ടും അവർ ആവശ്യപ്പെടുകയാണ്, ഇസ്തഗാസു, വീണ്ടും വെള്ളം തേടുകയാണ്. ആ പാനീയം കൊണ്ട് ഒരംശം പോലും അവരുടെ ദാഹത്തിന് ശമനമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ ആമാശയത്തെ കരിച്ചു കളയും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിന്റെ 29-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, വഇൻ യസ്തഗീസു, അവർ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ, യുഗാസു ബിമാഇൻ കൽമുഹ്ൽ, ഇരുമ്പ് ഉരുക്കിയതുപോലെയുള്ള വെള്ളം അവർക്ക് നൽകപ്പെടുന്നതായിരിക്കും. യശ്വിൽ വുജൂഹ്, അത് അവരുടെ മുഖം പോലും കരിച്ചു കളയുന്നതാണ്. ബിഅസ ശറാബ്, അവരുടെ പാനീയം എത്ര മോശമാണ്. ആ വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അത് പാനം ചെയ്യേണ്ട ആവശ്യമില്ല. ഹാദൽ മാഉ ഇദാ ഖറുബ, അത് അവരുടെ മുഖത്തോട് അടുക്കുമ്പോൾ തന്നെ മിൻ വുജൂഹിഹിം ശവ്വാഹ വതസാഖത് ലഹ്മുഹ, അത് അവരുടെ മുഖത്തുള്ള ആ മാംസങ്ങൾ പോലും അത് വെന്തുരുകി താഴോട്ട് വീണു പോകുമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ചൂട് ആ പാനീയത്തിന് നൽകിയിട്ടുണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെ അത് അവർ കുടിച്ചു കഴിഞ്ഞാലോ, അവരുടെ തൊണ്ടയിലേക്ക് അത് ഒഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ അകത്തുള്ള ഓരോ അവയവങ്ങളും അത് കത്തി എരിഞ്ഞു പോകുമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷ അനുഭവിപ്പിക്കുമെന്നാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിലൂടെ നമുക്ക് ചിത്രീകരിച്ചു തരുന്നത്. വസുഖൂ മാഅൻ ഹമീമ, ചൂടേറിയ ഒരു വെള്ളം അവർക്ക് നൽകപ്പെടുന്നതായിരിക്കും. ഫഖത്തഅ അംആഉഹും, അത് അവരുടെ ആമാശയങ്ങൾ പോലും പൊളിച്ചു കീറുന്നതായിരിക്കുമെന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇദൻ ലാ യസ്തഫീദൂന മിൻഹു ളാഹിറൻ വലാ ബാതിന, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അത് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാക്കുന്നതല്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചില സംശയങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഒരു ചോദ്യവും ഉത്തരവും അവിടെ നൽകുന്നതായി കൊണ്ട് കാണാം. അദ്ദേഹം പറയുകയാണ്, ഒരു പക്ഷേ ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചേക്കാം, വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം തീയിലേക്ക് ഒഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീയുടെ ചൂട് കാരണത്താൽ വെള്ളം വറ്റിപ്പോവുകയല്ലേ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഇവിടെ വെള്ളം വറ്റിപ്പോകുന്നില്ല? അതിനുള്ള മറുപടി എന്നോണം അദ്ദേഹം പറയുകയാണ്, ഇന്ന ഉമൂറൽ ആഖിറ ലാ തുഖാസു ബി ഉമൂറിദ് ദുനിയ, അഥവാ ആഖിറത്തിലെ കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഭൗതിക ലോകത്തെ കാര്യങ്ങളുമായി ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അത് ഭൗതിക ലോകത്തേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് നമ്മുടെ ബുദ്ധിയിൽ അത് ചിത്രീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല.
പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത സംഭവ വികാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമുക്ക് സ്വീകരിക്കുവാനോ അത് അംഗീകരിക്കുവാനോ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മറിച്ച് അത് വേറൊരു ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായുള്ള ധാരണ നമുക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ അങ്ങനെ മനസ്സിലാക്കുക എന്നതല്ലാതെ വിശദമായി ആഴത്തിൽ മനസ്സിലാക്കി ചിത്രീകരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാണ്. പരലോകത്തെ സംബന്ധിച്ച് പറയുന്ന ഏതൊരു കാര്യവും എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എല്ലാ ജനങ്ങളെയും ഒരുമിച്ചൊരു ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതായിരിക്കും എന്ന് മഹ്ശറിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അപ്പൊ അത് എങ്ങനെ സാധിക്കും? നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചിത്രീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ അങ്ങനെ ഒരുമിച്ച് കൂടി ഇരുട്ടറയിൽ നിൽക്കുന്ന ജനകോടികൾക്കിടയിൽ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതായിരിക്കും. ശരിയായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകും. സൂറത്തു തഹ്രീമിൽ 8-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വ ബിഐമാനിഹിം, അവരുടെ മുൻവശത്തുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതായിരിക്കും എന്ന്. അപ്പൊ അതെങ്ങനെ സാധിക്കും? ബാക്കിയുള്ളവർക്കൊന്നും പ്രകാശം കിട്ടൂലേ? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ അങ്ങനെ പ്രകാശം കിട്ടുക തന്നെ ചെയ്യുമെന്ന വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതേ രീതിയിൽ തന്നെ ആ ഒരു സന്ദർഭത്തിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോരുത്തർക്കും തങ്ങളുടെ തിന്മകൾക്കനുസൃതമായി കൊണ്ടവർ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അഥവാ ചില ആളുകൾ അവരുടെ ഞെരിയാണി വരെ വിയർപ്പുണ്ടായിരിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് അവരുടെ കാൽമുട്ട് വരെയും, ചില ആളുകൾക്ക് അര വരെയും, ചില ആളുകൾക്ക് കഴുത്ത് വരെയും, ചില ആളുകൾ മുഴുവനായും വിയർപ്പിൽ മുങ്ങി നിൽക്കും. അതെങ്ങനെ സാധിക്കും? ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ സംവിധാനിക്കും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ ബുദ്ധിക്ക് പ്രയാസമുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ ഈ ചോദ്യം ഉയർന്നു വരേണ്ട ആവശ്യമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, അഹ്വാലുൽ ആഖിറതി ലാ തുഖാസു ബി അഹ്വാലിദ് ദുനിയ, അഥവാ പരലോകത്തെ സംഭവ വികാസങ്ങൾ ഒരിക്കലും തന്നെ ദുനിയാവിലെ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതാണ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, കൈഫ യകൂനുൽ മാഉ ഫിന്നാർ എന്ന് ചോദിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീയിൽ എങ്ങനെ വെള്ളമുണ്ടാകും എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് മറുപടി പറയാം. ഒന്നാമത്തേത്, അഹ്വാലുൽ ആഖിറ ലാ തുഖാസു ബി അഹ്വാലിദ് ദുനിയ, പരലോകത്തെ സംഭവ വികാസങ്ങൾ ഒരിക്കലും തന്നെ ഇഹലോകത്തെ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ്. രണ്ടാമത്തേത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നതിനാൽ തന്നെ അല്ലാഹു അതിനപ്പുറവും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ഉദാഹരണം കൂടി അവിടെ നൽകുന്നുണ്ട്. അഥവാ ഇഹലോകത്ത് പച്ചപ്പുള്ള ഒരു മരത്തടി ഒരിക്കലും തന്നെ കത്തിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇതേ മരത്തടി പരസ്പരം ഉരസിക്കഴിഞ്ഞാൽ തീയുണ്ടാവുകയും ചെയ്യുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നത് പ്രകാരം കാര്യങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നുണ്ട് എങ്കിൽ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. സൂറത്ത് യാസീനിൽ 80-ാമത്തെ വചനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുന്നു, അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ദരി നാറ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, അഥവാ പച്ചപ്പുള്ള മരത്തടിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തീയുണ്ടാക്കുന്നു. ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, അതിൽ നിന്ന് നിങ്ങൾ കത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ മറുപടി മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഒന്നാമത്തേത്, പരലോകത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഇഹലോകത്തേക്ക് ബന്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി നമുക്ക് അടുത്ത വചനത്തിലേക്ക് കടക്കാം. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ, അവർക്ക് ദരീഅയിൽ നിന്നല്ലാതെ യാതൊരു ഭക്ഷണവും ഇല്ല. ലൈസ ലഹും, അവർക്കില്ല, തുആമുൻ ഒരു ഭക്ഷണവും, ഇല്ലാ മിൻ ദരീഅ, ദരീഅയിൽ നിന്നല്ലാതെ. 7-ാമത്തെ വചനം, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ, അത് പോഷണം നൽകുകയില്ല, വിശപ്പിന് പര്യാപ്തമാവുകയും ഇല്ല. ലാ യുസ്മിനു, അത് പോഷണം നൽകുകയില്ല. വലാ യുഗ്നി, അത് പര്യാപ്തമാക്കുകയും ഇല്ല.
മിൻ ജൂഇൻ വിശപ്പിൽ നിന്നും. ദൊരിയനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ദൊരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ ശിബ്രിഖ്. ദൊരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികൾ അതിന് ഉപയോഗിക്കാറുള്ളത് ശിബ്രിഖ് എന്നൊരു മരമാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിനെയാണ് ദൊരിയ എന്ന് വിളിക്കാറുള്ളത്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദൊരിയ എന്ന് പറഞ്ഞാൽ അത് മിൻ ശർരി തആമി വഅബ്ശഇഹി വഅഖ്ബസിഹി, അഥവാ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണമാണ്, ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഭക്ഷണമാണ് ദൊരിയ എന്നുള്ളത്. നരകക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ', അത് ഭക്ഷിക്കുന്നത് മൂലം അവർക്ക് യാതൊരു ഗുണവും ഉണ്ടായിരിക്കുകയില്ല, അവരുടെ വിശപ്പിൽ നിന്നും ഒരു കുറവും തന്നെ അവർക്ക് അനുഭവപ്പെടുകയില്ല. ലാ യഹ്സുലു ബിഹി മഖ്സൂദ്, അവർ എന്തിനു വേണ്ടിയാണോ കഴിച്ചത് അതവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. വലാ യൻദഫിഉ ബിഹി മഹ്ദൂർ, ഒരു പോഷണവും അതിൽ നിന്ന് അവർക്ക് ലഭിക്കുവാനും ഇല്ല എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹും ഇതേ രീതിയിൽ തന്നെയാണ് വിശദീകരിക്കുന്നത്. ദൊരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിബിരിഖ് എന്ന ഒരു വൃക്ഷമാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞാലാണ് ദൊരിയ ആയി മാറുന്നത്. അത് ഉണങ്ങുന്നതിന്റെ മുമ്പ് പച്ചപ്പായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടകങ്ങൾ അത് ഭക്ഷിക്കാറുണ്ട്. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒട്ടകങ്ങൾ അത് ഭക്ഷിക്കുകയും ഇല്ല. അതിനെയാണ് ദൊരിയ എന്ന് വിളിക്കാറുള്ളത് എന്നാണ്. അതിലൊരു തരം മുള്ളും ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ നരകക്കാരായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്ഷണമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അത് അവർക്ക് യാതൊരു പോഷണവും നൽകുകയില്ല. എന്നാൽ ഈ ദൊരിയ എന്നിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത് അത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ്. അത്രത്തോളം ദുഷ്കരമായിരിക്കും അവർക്കുള്ള പരലോകത്തെ ഭക്ഷണം എന്ന് ബോധ്യമാകുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ കുഫാറുകൾക്ക് നരകത്തിൽ ശിക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന ആ ദൊരിയനെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ ഇതിനേക്കാൾ എത്രയോ ദുഷ്കരം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുശേഷം പറഞ്ഞത് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ', അതവർക്ക് യാതൊരു പോഷണവും ഉണ്ടാക്കുകയില്ല, അതുകൊണ്ട് അവരുടെ വിശപ്പ് അകലുകയും ഇല്ല എന്നാണ്. ഫലാ യൻഫഉഹാ ഫീ ബാതിനിഹാ ഫഹുവ ലാ ഖൈറ ഫീഹി, അത് അവരുടെ ആമാശയത്തിലേക്ക് കടന്നാൽ അവർക്കൊരു നന്മയും ഉണ്ടാക്കി കൊടുക്കാത്ത വിധം ആ മുള്ളുകൾ കൊണ്ട് അവരുടെ ആമാശയങ്ങൾക്ക് കീറലുകൾ ഉണ്ടാക്കും എന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു ഫലവും അവർക്കുണ്ടായിരിക്കുകയില്ല എന്നാണ്. വറായിഹത്തുൽ മുനത്തിന അല്ലതി ലാ യസ്തഫീദൂന മിൻഹാ ശൈഅ, വളരെ വൃത്തികെട്ട നാറ്റവും അതിൽ നിന്നും അവർ സഹിക്കേണ്ടി വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ ഏറെ ദുഷ്കരമായ അന്തരീക്ഷം തന്നെയായിരിക്കും പരലോകത്തുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതം എപ്പോഴും ഭംഗിയുള്ളതാക്കി മാറ്റുവാൻ, തീർത്തും ദീനിയായി ജീവിക്കുവാൻ ഓരോ മനുഷ്യനും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വാജിബാത്തുകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അതിന്റെ കൂടെ സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ജീവിതം അലങ്കൃതമാക്കുവാൻ എപ്പോഴും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് സ്വർഗം കൈവരിക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.